المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول إمام زولي رضي الله عنه عاشق الرسول ويسلك كرني رضي الله عنه سيدنا ووسيلة الله العزيز سلطان العارفين أحمد الكبير بفائي قدس الله سكاف العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين الرحمن الرحيم مالك. എന്താ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചിരിച്ചൂടെ? ചിരിക്കാം. നമ്മളൊക്കെ പല സംഗമങ്ങളിൽ തമാശ പറയുന്നത് ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആത്മീയ മജ്‌ലിസിൽ മഹത്തുക്കളുടെ പേര് പറയുന്ന അവരെ അനുസ്മരിക്കുന്ന ഇത്തരം മജ്‌ലിസിലൊക്കെ കിടന്ന് ഈ സൈസ് കോപ്രായം കാണിക്കുമ്പോഴേ ആ കോപ്രായം കാണിക്കൽ മാത്രമല്ല, അത് പൊതുമധ്യത്തിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഇവിടെയൊക്കെ ആ ഒരു മനോഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട മനുഷ്യരുടെ സ്വഭാവമാണ് ഇത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ മഹാന്മാരുടെ അനുസ്മരണത്തിൽ അല്ല അവരെ കുറിച്ച് പറയുന്ന ഒരു സംഗമത്തിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളത് പൊതുമധ്യത്തിൽ എവിടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ആരെങ്കിലും ചിരിക്കുകയാണെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും. സ്വാഭാവികമായി വിമർശനം വരും. അങ്ങനെ വിമർശനം വരും എന്നറിഞ്ഞിട്ടും ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി ആരെല്ലാം വിമർശിച്ചാലും ഞങ്ങൾക്ക് ഒരു പുല്ലും ഒരു പിണ്ണാക്കും ഇല്ലാന്നറിയാം. ചക്കരയിലേക്ക് ഈച്ച പൊതിയുന്നത് പോലെ അവരുടെ സമക്ഷത്തിലേക്ക് ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നാട്ടിൽ അന്തവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത പ്രവാസികൾ അയച്ചു കൊടുക്കുന്ന പൈസ ഇവരുടെ കാൽച്ചോട്ടി കൊണ്ടിടുമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇവർ ഈ ചിരിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആത്മീയ മജ്‌ലിസിൽ എങ്ങനെയാണ് ഇവർ ഒരു അതാ ശ്രോതാക്കളെ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ചിരി. അയ്യേ, എന്ത് മനുഷ്യന്മാർ ഇവരെയൊക്കെ താങ്ങാൻ ഇവിടെ ആളുണ്ടല്ലെന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളാണ് കൂടുതലും സാക്ഷ്യം പറയാന്ന് പറയും. അതായത് അവർ പ്രാർത്ഥിച്ചിട്ട് ഫലം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ന ആൾക്ക് ഫലം ഉണ്ടായി, ഇവർക്ക് നാളുകളായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു, ആ വയറുവേദന ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് സാക്ഷ്യം പറയൽ സാധാരണഗതിയിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ പ്രാർത്ഥന സംഗമങ്ങളിലാണ്, സുവിശേഷ പരിപാടി. ഇതിപ്പം നമ്മുടെ സമുദായത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇവരതിന് വിളിക്കുന്ന പേര് ഫദ്ല് പറയാന്ന്. വർഷങ്ങളായിട്ട് ക്യാൻസർ ആയിരുന്നു സഹോദരിക്ക്. ആ സഹോദരി ഇത് കണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യിക്കുക. എന്തിനാണ് ഈ ആത്മീയതക്ക് പ്രൊമോഷൻ? ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിന്റെ ആളുകൾ വന്ന് കൂടൂലേ? ആ പരിസരത്തെങ്കിലും നിൽക്കാൻ പറ്റുമോ? വണ്ടി വെക്കാൻ, വാഹനം വെക്കാൻ സ്ഥലം ഉണ്ടാവുമോ? കംപ്ലീറ്റ് ആളായിരിക്കും അവിടെ. ജനനിബിഡമായിരിക്കും ആ ഡോക്ടറിന്റെ കഴിവില്, അല്ലെ? അങ്ങനല്ലേ? ആത്മീയ മജ്‌ലിസിൽ അദ്ദേഹം നല്ല ചികിത്സാരിയാണെങ്കിൽ, വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നന്നായിട്ട് ചികിത്സിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതിൽ ആളുകൾക്ക് രോഗശാന്തി കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ആളുകൾ അവരുടെ വന്നു കൊണ്ടുകൂടും. എന്തിനാണ് ഈ പ്രൊമോഷൻ? ഞാൻ ക്യാൻസർ മാറ്റി കൊടുത്തു, ഞാൻ ചോറി മാറ്റി കൊടുത്തു, വർഷങ്ങളായിട്ട് എന്തിനാണ് ഇത് പറയുന്നത്? എന്താണ് അതിന്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആത്മീയതയ്ക്ക് എന്തൊരു പ്രൊമോഷൻ? നിങ്ങൾ നല്ല വ്യക്തിത്വങ്ങളാണെങ്കിൽ അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം തരും. എന്ത് നാറിയ പരിപാടിയാണെന്ന് ഈ വൃത്തികെട്ട പരിപാടി. ഒരു മജ്‌ലിസിൽ എന്നിട്ട് കെണുകണമെന്ന് കിടിക്കുകയാണ്, എന്നിട്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ. ഇതിനൊന്നും ദുൽഉഖലാ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടുന്നതല്ല. നിങ്ങൾ തങ്ങളാണ് മറ്റാണ് മറിച്ചാണ് പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. എനിക്ക് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഇതൊക്കെ മറ്റുള്ള മനുഷ്യന്മാർ കാണുകയല്ലേ? ഒരു തങ്ങളീയത്തുണ്ടെന്ന് പറയും എന്തെല്ലാം കോപ്രായങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ മറ്റു തങ്ങന്മാർ ആരോടെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള ഒരു വിയോജിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മൾ പറയുന്നുണ്ട് ഇല്ല? എന്തുകൊണ്ട്? അവരെല്ലാം അവരുടെ ആ ഒരു ഡിഗ്നിറ്റി, അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, അഹ്ലു ബൈത്തിന്റെ ഗുണങ്ങൾ കാണിക്കുന്നവരാണ്. ഇവരെന്താണ് ഈ കാണിക്കുന്നത്? എന്നിട്ട് ആരെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രാകുക, അവരെ ചീത്ത വിളിക്കുക, അവരെ ഭയപ്പെടുത്തുക. അതൊക്കെ എന്റെ പെരയെ പോയി ഭയപ്പെടുത്തിയാൽ മതി. അത് നമ്മുടെ ഇറക്കാൻ നിൽക്കരുത്. നന്നായിട്ട് പറയും.